ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാത്രിയിൽ പിന്നെയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലായിരിക്കാനായിട്ട് കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. എഫ് ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത്. അവിടെ വച്ച് നമ്മൾ നമ്മുടെ മുമ്പിലത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ളതും ദൈവവുമായിട്ട് നമുക്ക് ബന്ധമില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളും, അപ്പോൾ തന്നെ 13-ാം വാക്യത്തിൽ ക്രിസ്തുയേശുവിൽ യേശുവിൻ്റെ രക്തത്താൽ നാം സമീപസ്ഥരായിത്തീർന്നു എന്നുള്ള കാര്യങ്ങളും ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിക്കാനായിട്ട് ദൈവം സഹായിച്ചു. ഇന്ന് നമ്മൾ വരുന്നത് എഫ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ അടുത്ത ചിന്തയ്ക്കായിട്ട് നമ്മൾ എടുക്കുന്നത്. എഫ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിക്കുവാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുവാനും തന്നെ അവൻ വന്ന് ദൂരത്തായിരുന്നു നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. അപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, മുൻപേ ദൂരസ്ഥരായിരുന്ന നമ്മൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു എന്ന് നമ്മൾ വായിച്ചു. അത് കഴിഞ്ഞ് 14-ാം വാക്യം നമ്മളോട് പറയുകയാണ്, അവൻ നമ്മുടെ സമാധാനം, ഹീ ഈസ് അവർ പീസ്. അവൻ നമ്മുടെ സമാധാനം എന്ന് പറയുകയാണ്. ആര്? ക്രിസ്തുയേശുവിനെ കുറിച്ചാണ് പറയുന്നത്. 13-ാം വാക്യത്തിൽ ക്രിസ്തുയേശുവിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ അവൻ നമ്മുടെ സമാധാനം എന്ന് പറയുമ്പോൾ ക്രിസ്തുയേശു നമ്മുടെ സമാധാനം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബൈബിൾ നമ്മളോട് പറയുന്നത് ക്രിസ്തുയേശു അവൻ നമ്മുടെ സമാധാനം ആണ്. നോക്കൂ, യേശു നമുക്ക് സമാധാനം തരുന്നു എന്ന് ബൈബിൾ നമ്മളോട് പറയുന്നുണ്ട്. എന്നാൽ അതിനേക്കാളും ഒരല്പം കൂടെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് വന്നിട്ട് ബൈബിൾ പറയുകയാണ്, അവൻ തന്നെയാണ് സമാധാനം. അവൻ നമുക്ക് സമാധാനം നൽകുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനേക്കാൾ ഒരല്പം കൂടെ കൂട്ടി ബൈബിൾ പറയുന്നു, അവൻ തന്നെയാണ് നമ്മുടെ സമാധാനം എന്ന് പറയുന്നു. അപ്പോൾ അവൻ, ക്രിസ്തു, അവൻ നമ്മുടെ സമാധാനമാണ്. നോക്കൂ, റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. അപ്പം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പം ഇവിടെ ഈ വാക്യം നമ്മളോട് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് സമാധാനം ഉണ്ട് എന്നാണ് പറയുന്നത്.
അപ്പോൾ നമുക്കുള്ള സമാധാനത്തിൻ്റെ കാരണമായിട്ട് അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുകയാണ്. എന്നാൽ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ച 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ നമ്മുടെ സമാധാനമാണ് എന്നാണ്. നോക്കൂ, അപ്പം റോമാലേഖനം 5:1 നമുക്ക് സമാധാനം ലഭിച്ചതിൻ്റെ കാരണം യേശുവാണ് എന്ന് പറയുമ്പോൾ, എഫേസ്യ ലേഖനത്തിൽ അവൻ തന്നെയാണ് നമ്മുടെ സമാധാനം എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇനി കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അപ്പം അവിടെയും ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പം യേശുക്രിസ്തു മൂലം നമുക്ക് സമാധാനം ഉണ്ടാകുവാനുള്ള കാരണം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു മുഖാന്തരം അല്ലെങ്കിൽ യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് സമാധാനം ഉണ്ടായിരിക്കുന്നത്. യേശുക്രിസ്തു തന്നെയാണ് നമ്മുടെ സമാധാനം. അപ്പം നോക്കുക, എന്താണ് ഈ സമാധാനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും ഒത്തിരി തെറ്റിദ്ധരിക്കാറുള്ള അല്ലെങ്കിൽ ശരിയായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു വാക്കാണ് സമാധാനം എന്ന് പറയുന്നത്. കാരണം സമാധാനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശരിയായ ഒരു ബന്ധം എന്നാണ്. സമാധാനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശരിയായ ഒരു ബന്ധം. അപ്പോൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു, നാമും വിജാതീയർ എന്നുള്ള നിലയിൽ നാമും യഹൂദന്മാരുമായിട്ട് അല്ലെങ്കിൽ ഇസ്രായേൽ ജനവുമായിട്ട് ബന്ധമില്ലായിരുന്നു. അപ്പോൾ തന്നെ വിജാതീയർ എന്ന നിലയിൽ നാമും ദൈവവുമായിട്ട് ബന്ധമില്ലായിരുന്നു, ഇസ്രായേലരും ദൈവവുമായിട്ടും ബന്ധമില്ലായിരുന്നു. അപ്പോൾ ഈ 3 മേഖലകളിലെയും ബന്ധം നഷ്ടപ്പെട്ടിരുന്ന അവസ്ഥയായിരുന്നു. അല്ലെങ്കിൽ സമാധാനം, ഈ 3 കൂട്ടർക്കും പരസ്പരം സമാധാനം നഷ്ടപ്പെട്ടിരുന്ന ഒരവസ്ഥയായിരുന്നു. ഈ 3 കൂട്ടരും പരസ്പര സമാധാനത്തിലല്ലായിരുന്നു വർത്തിച്ചിരുന്നത്. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ഈ 3 കൂട്ടർക്കും പരസ്പരമുള്ള ഒരു ബന്ധം, അതായത് സമാധാനം ലഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യപ്രകാരം എന്താണ്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം, യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ദൈവത്തോട് നമുക്കൊരു ബന്ധം ലഭിച്ചു, ദൈവത്തോട് നമുക്കൊരു ബന്ധമുണ്ടായി. എങ്ങനെ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടപ്പോൾ. അപ്പം എന്താണ് നീതീകരിക്കപ്പെടുക എന്ന വാക്കിൻ്റെ അർത്ഥം? അതായത് നീതീകരിക്കപ്പെടുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മെ ദൈവം നീതിമാനായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദൈവം നമ്മെ നീതിമാനായിട്ട് പ്രഖ്യാപിച്ചു. എങ്ങനെ പ്രഖ്യാപിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത്, നാം പാപികളായിരുന്നു, നാം നീതിമാന്മാർ അല്ലായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ മേൽ കണക്കിട്ടുകൊണ്ട് ദൈവം നമ്മെ നീതിമാന്മാരായിട്ട് പ്രഖ്യാപിച്ചു. ക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ മേൽ ദൈവം കണക്കിട്ടുകൊണ്ട് ദൈവം നമ്മെ നീതിമാന്മാരായിട്ട് പ്രഖ്യാപിച്ചു എന്നാണ് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദൈവം നമ്മെ നീതീകരിച്ചത് നമ്മുടെ നീതിയുടെ അടിസ്ഥാനത്തിലല്ലായിരുന്നു, നമ്മുടെ നീതിയുടെ അടിസ്ഥാനത്തിലല്ല. പിന്നെയോ ക്രിസ്തുവിൻ്റെ നീതി അവൻ നമ്മുടെ മേൽ കണക്കിടുകയാണ് ചെയ്തത്. അതിനെയാണ് നീതീകരണം എന്ന് പറയുന്നത്. അപ്പം എന്താണ് നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ
21 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കിയെന്ന്. അപ്പം പാപമറിയാത്ത അല്ലെങ്കിൽ പാപം ചെയ്യാത്ത യേശുവിൽ നാം ദൈവത്തിൻ്റെ നീതി പ്രാപിക്കേണ്ടതിന്. അപ്പം അതാ ഞാൻ പറഞ്ഞത്, നാം നിൽക്കുന്ന അല്ലെങ്കിൽ നാം നീതീകരിക്കപ്പെടുന്നത് നമ്മുടെ നീതിയാലല്ല, നമ്മുടെ നീതിപ്രവൃത്തികളാൽ അല്ല നാം നീതീകരിക്കപ്പെടുന്നത്. പിന്നെയോ യേശുവിൻ്റെ നീതി ദൈവം നമ്മുടെ മേൽ കണക്കിടുകയാണ് ചെയ്യുന്നത്. റോമാലേഖനമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ആ കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം അതാണ്, ആ നീതി നമുക്ക് ലഭിക്കുന്നത് വിശ്വാസത്താല. അപ്പം നമ്മൾ യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുകയും ആ നീതിക്കായിട്ട് യേശുവിൽ നമ്മൾ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ആ യേശുവിൻ്റെ നീതി നമ്മുടെ മേൽ കണക്കിടുന്നു. അതായത് അങ്ങനെ യേശുവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ പിന്നെ ദൈവം കാണുന്നത് അവൻ ചെയ്ത പാപത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, പിന്നെയോ യേശുവിൻ്റെ നീതിയുടെ അടിസ്ഥാനത്തിലാണ് അവൻ കാണുന്നത്. അപ്പം അതായത് യേശുവിൽ പാപമില്ലായിരുന്നു, ആ പാപമില്ലാത്ത യേശുവിൻ്റെ നീതി അത് സമ്പൂർണ്ണ നീതിയാണത്. ആ നീതി ദൈവം എന്നിൽ കണക്കിടുന്നു. അപ്പം ഞാൻ ചെയ്ത പാപങ്ങൾ മുഴുവൻ യേശുവിൻ്റെ പേരിൽ കണക്കിട്ടിട്ട് അവൻ്റെ നീതി എൻ്റെ പേരിൽ കണക്കിടുന്നു. അതാ സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ആരായി? നീതിമാനായി. അതാണ് നീതീകരണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ നീതീകരിക്കപ്പെട്ടപ്പോൾ എനിക്ക് യേശുക്രിസ്തു മൂലം ദൈവത്തോട് എനിക്ക് സമാധാനം ലഭിക്കുന്നു. ദൈവത്തോട് സമാധാനം ലഭിക്കുന്നു. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ യെശയ്യാ പ്രവചനം അതിനകത്ത് ഒരു വാക്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് നമുക്കൊന്ന് വായിക്കണം. യെശയ്യാ പ്രവചനം അതിൻ്റെ 59-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം തൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അപ്പം മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടാനായിട്ടുള്ള കാരണം മനുഷ്യൻ്റെ പാപമാണ്, മനുഷ്യൻ്റെ അകൃത്യമാണ്. ഞാനും ദൈവവുമായിട്ട് ബന്ധമില്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ പാപിയായത് കൊണ്ടാണ്, ഞാൻ അതിക്രമം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം ഞാൻ പാപിയായതുകൊണ്ട്, ഞാൻ പാപം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ദൈവവുമായിട്ട് ബന്ധമില്ലാതിരുന്നപ്പോൾ ആ ബന്ധം എനിക്ക് മടക്കിത്തരണം. അതിന് എനിക്ക് എൻ്റെ പാപത്തിന് പരിഹാരം വരുത്താനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? തൻ്റെ പുത്രനായ യേശുവിൻ്റെ ആ പെർഫെക്റ്റ് ഒബീഡിയൻസ്, ആ സമ്പൂർണമായ അനുസരണം, ആ സമ്പൂർണമായ നീതി, അത് എൻ്റെ മേൽ അവൻ കണക്കിട്ടു. അപ്പം ഇപ്പം ദൈവം എന്നെ നോക്കുമ്പോൾ, യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളെ ദൈവം നോക്കുമ്പോൾ ദൈവം കാണുന്നത് നാം ചെയ്ത പാപമല്ല, പിന്നെയോ നമ്മുടെ പേരിൽ കണക്കിട്ട യേശുവിൻ്റെ നീതിയാണ് അവൻ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നീതിമാന്മാരാണ്, നീതീകരിക്കപ്പെട്ടവരാണ്. അപ്പം ഏത് പാപത്താൽ ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോയോ ആ പാപത്തെ കാണാതെ നീതിയെ കാണുമ്പോൾ എനിക്ക് ആ ദൈവവുമായിട്ടുള്ള ബന്ധം മടക്കി കിട്ടുകയാണ് ചെയ്യുന്നത്. അത് ആരിലൂടെയാണ് സംഭവിച്ചത്? യേശുവിലൂടെ. അതാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ
യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടെന്ന്. അപ്പം യേശു ക്രിസ്തു മൂലം, അപ്പം ആ സമാധാനം നമുക്ക് ലഭിച്ചത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ആ സമാധാനം, ദൈവവുമായിട്ടുള്ള ആ ബന്ധം നമുക്ക് ലഭിച്ചത് അത് യേശുക്രിസ്തു മൂലമാണ്. യേശുക്രിസ്തുവാണ് അതിൻ്റെ കാരണക്കാരൻ. എന്ന് വെച്ചാൽ എൻ്റെ നീതീകരണത്തിൻ്റെ കാരണക്കാരൻ യേശുവാണ്. കാരണം യേശുവിൻ്റെ നീതിയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ നീതിമാനായതിൻ്റെ കാരണക്കാരൻ ഞാനല്ല, യേശുവാണ് അതിൻ്റെ കാരണക്കാരൻ. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം യേശുവിൻ്റെ അനുസരണത്താൽ, യേശുവിൻ്റെ നീതിയാൽ, അത് കാരണത്താൽ ഞാൻ ആരായിട്ട് മാറി? നീതീകരിക്കപ്പെട്ടു. അങ്ങനെ എനിക്ക് ദൈവത്തോട് ബന്ധം ലഭിച്ചു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇനി കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, അതാണല്ലോ നമ്മൾ വായിച്ചത്. ആ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ എന്താണ് കാണുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. നോക്കൂ, അപ്പം അവിടെ നമ്മൾ വായിക്കുന്നത്, യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് യേശു മുഖാന്തരം സമാധാനമുണ്ടാക്കി. ത്രൂ ജീസസ്. റോമാലേഖനം 5:1 നമ്മൾ വായിച്ചത് നമ്മുടെ സമാധാനത്തിൻ്റെ കാരണക്കാരൻ യേശുവാണെന്നാണ് നമ്മൾ വായിച്ചത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ് ആ സമാധാനം നമുക്ക് ലഭിച്ചത്. അപ്പം സമാധാനത്തിൻ്റെ കാരണക്കാരൻ യേശുവാണ്. ആ സമാധാനം നമുക്ക് ലഭിച്ചത് യേശു ക്രിസ്തുവിലൂടെയാണ്. ഓക്കെ, എങ്ങനെ? അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്. അപ്പം നമ്മുടെ പാപം അവൻ്റെ മേൽ ചുമത്തുകയും അവൻ്റെ നീതി നമ്മുടെ മേൽ ഇടുകയും ചെയ്തപ്പോൾ നമ്മുടെ പാപം മുഴുവൻ ആരുടെ മേലായി? യേശുവിൻ്റെ മേലായി. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് ആ പാപം ചുമന്നുകൊണ്ട് നിൽക്കുന്ന യേശുവിനെ ആ പാപത്തിൻ്റെ ശിക്ഷയിലേക്ക് നടത്തിയേ മതിയാകുള്ളൂ. അങ്ങനെ ദൈവം അവനെ എന്ത് ചെയ്തു? ആ ക്രൂശിലേക്ക് അവനെ നയിച്ചു. ആ ക്രൂശിൽ നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത്, നമ്മുടെ രക്തം ചൊരിയപ്പെടേണ്ട സ്ഥാനത്ത്, നമുക്ക് പകരമായി നമ്മുടെ സ്ഥാനത്ത് യേശു മരിച്ചു. യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടു. ആ രക്തത്താൽ അവൻ നമ്മുടെ പാപത്തിൻ്റെ എല്ലാ ഫലങ്ങളും എല്ലാ ശിക്ഷകളും ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ആ രക്തത്താൽ അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കിയിട്ട് ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാൻ. എന്താ നിരപ്പിക്കുക എന്ന് പറഞ്ഞാൽ? ഒരേ ലെവലിലേക്ക് കൊണ്ടുവരിക, ഒരേ രീതിയിലേക്ക് കൊണ്ടുവരിക. നോക്കൂ, തന്നോട് നിരപ്പിക്കുക, നിരപ്പ് പ്രാപിക്കുക. നേരത്തെ തകർന്നു കിടന്നിരുന്ന ആ ബന്ധം അത് പുനഃസ്ഥാപിക്കുക, അതിനാണ് നിരപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യാൻ പിതാവിന് പ്രസാദം തോന്നി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം അവിടെ യേശുവിൻ്റെ രക്തത്താൽ യേശു ക്രിസ്തു മുഖാന്തരം സമാധാനമുണ്ടാക്കി. എന്നാൽ എഫേസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിച്ചത് അവൻ തന്നെയാണ് നമ്മുടെ സമാധാനം. നോക്കൂ, അപ്പം യേശുവാണ് നമ്മുടെ സമാധാനം. യേശു മൂലമാണ് സമാധാനം, യേശു മുഖാന്തരമാണ് സമാധാനം. അപ്പോൾ തന്നെ യേശു തന്നെയാണ് നമ്മുടെ സമാധാനം. ഹീ ഈസ് അവർ പീസ്. അവനാണ് നമ്മുടെ സമാധാനം. എന്തുകൊണ്ടാണ് യേശുവിനെ നമ്മുടെ സമാധാനം എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം? 2 കാരണങ്ങളാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒന്ന്, അതിൻ്റെ 14ഉം 15ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒന്നാമത്തെ കാരണം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ എന്താണത്? അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. നോക്കൂ,
രണ്ടു പക്ഷമായിട്ട് പരസ്പരം ബന്ധമില്ലാതെ അല്ലെങ്കിൽ പരസ്പരം സമാധാനമില്ലാതെ രണ്ടു പക്ഷമായിട്ട് നിന്നിരുന്ന ആ രണ്ടു പക്ഷത്തെയും യേശു എന്ത് ചെയ്തു? ഒന്നാക്കി അവരുടെ ഇടയിൽ സമാധാനം കൊണ്ടുവന്നു. ആരാ ഈ രണ്ടു പക്ഷം എന്ന് ചോദിച്ചാൽ ഇസ്രായേല്യരും വിജാതീയരും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇസ്രായേല്യരുടെയും വിജാതീയരുടെയും ഇടയിൽ ബന്ധമില്ലായിരുന്നു. അപ്പം അവരുടെ ഇടയ്ക്ക് സമാധാനമില്ലായിരുന്നു. പക്ഷെ യേശു എന്ത് ചെയ്തു? അവരെ രണ്ടു കൂട്ടരെയും എന്താക്കി? ഒന്നാക്കി. അവരെ രണ്ടു കൂട്ടരെയും ഒന്നാക്കി. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ യേശുവിൽ വിശ്വസിച്ചിരിക്കുന്നവരോടുള്ള ബന്ധത്തിൽ യഹൂദനെന്നോ വിജാതീയനെന്നോ ഉള്ള വേർതിരിവില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, യേശു ഈ രണ്ടു കൂട്ടരെയും എന്താക്കി? ഒന്നാക്കി. ഇപ്പോൾ ആ ഒരു വേർതിരിവ് എവിടെ? വിശ്വസിച്ചവരുടെ, യേശുവിൽ വിശ്വസിച്ചവരുടെ ഇടയിൽ, അല്ലെങ്കിൽ ദൈവമക്കളായി തീർന്നവരുടെ ഇടയിൽ വിജാതീയർ യഹൂദൻ എന്നുള്ള ഒരു വേർതിരിവ് ഇപ്പോൾ ഇല്ല. ഇപ്പോഴില്ല. അവരെന്തായി? ഇരുപക്ഷത്തെയും യേശു എന്താക്കി? ഒന്നാക്കി. എന്ന് വെച്ചാൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ യാതൊരു വിധത്തിലുള്ള വിഭാഗീയതയും ഇന്നില്ലാതിരിക്കത്തക്കവണ്ണം യേശു വിശ്വാസികളെല്ലാവരെയും ഒന്നാക്കി. നമ്മൾ എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അവസാനം നമ്മൾ വായിച്ചിരുന്നു. എന്താ? സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന് നമ്മൾ വായിച്ചിരുന്നു. ആ സഭയിലേക്കാണ്, തൻ്റെ ശരീരമാകുന്ന ആ സഭയിലേക്കാണ് വിജാതീയരിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും വിശ്വസിച്ചവരെ യേശു കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ വിജാതീയരിൽ നിന്നാകട്ടെ ഇസ്രായേലിൽ നിന്നാകട്ടെ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ടവർ ഒരു ശരീരമായിട്ട് മാറി. ഒരു ശരീരമായിട്ട് മാറി. ഒരു ശരീരമായിട്ട് മാറി. ഇനി അവരുടെ ഇടയിൽ എന്തില്ല? വിഭാഗീയതകളില്ല. അവരുടെ ഇടയിൽ വിഭാഗീയതകളില്ല. അപ്പം നമ്മൾ ഈ എഫേസ് ലേഖനം പഠിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കൊണ്ടുവരണം. കാരണം ഇന്ന് സഭയ്ക്കകത്ത് നേരിടുന്ന, അല്ലെങ്കിൽ സഭകൾ തമ്മിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് എഫേസ് ലേഖനത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് ചർച്ച ചെയ്ത് കൊണ്ടുവരുന്നത്. ജാതിയുടെയോ നിറത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ വിദ്യാഭ്യാസത്തിൻ്റെയോ ഒന്നും പേരിൽ സഭയ്ക്കകത്ത് വേർതിരിവുകളില്ല എന്ന അപ്പോസ്തലനായ പൗലോസ് ഇവിടെ കൊണ്ടുവരികയാണ്. കാരണം എല്ലാവരെയും ക്രിസ്തു ഒന്നാക്കി തീർത്തു. വേർപിരിഞ്ഞു നിന്ന എല്ലാവരെയും, ഏതൊക്കെ ഗ്രൂപ്പുകളുണ്ടായിരുന്നോ അവിടെ നിന്നെല്ലാം വിശ്വസിച്ച എല്ലാവരെയും ക്രിസ്തു ഒന്നാക്കി കൊണ്ടുവന്നു. എഫേസ് ലേഖനം എഴുതിയപ്പോൾ ഇസ്രായേലരെയും വിജാതീയരെയും എടുത്താണ് അപ്പോസ്തലനായ പൗലോസ് അത് പറഞ്ഞത്. ഇന്ന് അപ്പോസ്തലനായ പൗലോസ് ഇന്ത്യക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യയിലെ സഭകൾക്ക് വേണ്ടി ഒരു ലേഖനം എഴുതിയാൽ താനൊരു പക്ഷേ ഇങ്ങനെ പറഞ്ഞു തന്നെ, ചാതുർവർണ്ണ്യത്തിൻ്റെ പേരിൽ ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും വൈശ്യനെന്നും ശൂദ്രനെന്നും വേർതിരിക്കപ്പെട്ടിരുന്ന നിങ്ങളെ അവൻ ഒരുമിച്ച് കൊണ്ടുവന്നു. ജാതി വ്യവസ്ഥയുടെ പേരിൽ, തൊഴിലിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, കുടുംബമഹിമയുടെ പേരിൽ ഒക്കെ പരസ്പരം ഭിന്നിച്ചു നിന്നിരുന്ന, പരസ്പരം ഒരുമിക്കാൻ കഴിയാതെ പല തട്ടുകളിലായിട്ട് കടന്നിരുന്ന സമൂഹത്തെ, ആ സമൂഹത്തിനകത്തുനിന്ന് വിശ്വസിച്ച എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന ക്രിസ്തു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഉന്നത കുലജാതനും താഴ്ന്ന ജാതിക്കാരനും ഒരുമിച്ച്
ഒരേ അപ്പത്തിൻ്റെ അംശികളും ഒരേ പാനപാത്രത്തിൻ്റെ ഓഹരിക്കാരുമാക്കി മാറ്റിയ നമ്മുടെ കർത്താവ്. ഓക്കെ, അപ്പം ഇവിടെ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് അവൻ ഇസ്രായേല്യരെയും വിജാതീയരെയും അവർ തമ്മിലുള്ള വേർതിരിവുകളെല്ലാം മാറ്റിയിട്ട് തന്നിൽ വിശ്വസിച്ച ഇസ്രായേല്യരാകട്ടെ വിജാതീയരാകട്ടെ അവരെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, യേശുവിൽ വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധകമല്ല. യേശുവിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ഇടയിൽ ഇന്നും വേർതിരിവുകൾ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഇന്നും വേർതിരിവുകൾ ഉണ്ടെങ്കിൽ യേശുവിൽ വിശ്വസിച്ചിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്ന് യേശുവിൽ വിശ്വസിച്ചുവെന്നും രക്ഷിക്കപ്പെട്ടുവെന്നും സഭയാണെന്നുമൊക്കെ അവകാശപ്പെട്ടിട്ട് പരസ്പരം ചെളിവാരി എറിയാനും പാനൽ ഉണ്ടാക്കാനും കൂട്ടു സഹോദരനെതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ച് അധികാരം പിടിച്ചെടുക്കാനായിട്ട്, കസേരകൾ പിടിച്ചെടുക്കാനായിട്ട് പാനലുകൾ ഉണ്ടാക്കി സഭയ്ക്കകത്ത് വിഭാഗീയതകളും കോടതി കേസുകളും വ്യവഹാരങ്ങളും സൃഷ്ടിക്കുന്ന വ്യക്തികൾ യേശുവിൽ വിശ്വസിച്ചിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം നാം യേശുവിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ യേശു നമ്മെ ഏക ശരീരമാക്കിയിട്ടുണ്ട്. നാം ഏക ശരീരമായിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നാം യേശുവിൽ വിശ്വസിച്ചിട്ടില്ലെന്നാണ്. നോക്കുക, നമ്മളൊരു പക്ഷേ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരിക്കും, ഏതെങ്കിലും ഒരു ഡിനോമിനേഷൻ്റെ ഭാഗമായിരിക്കും. എല്ലാ ഞായറാഴ്ചയും ആ ഡിനോമിനേഷനിൽപ്പെട്ട ആളുകളോട് ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നവരായിരിക്കും നമ്മൾ. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ഒന്നായി കാണാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, രക്ഷിക്കപ്പെട്ട എല്ലാവരെയും, നീതീകരിക്കപ്പെട്ട എല്ലാവരെയും ഒന്നായിട്ട് കാണാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, അത് ഏത് ഡിനോമിനേഷനുമായിക്കൊള്ളട്ടെ, ഏത് സംഘടനയുമായിക്കൊള്ളട്ടെ, പെന്തക്കോസ്തോ, ബ്രദറിനോ, മർത്തോമയോ, CSIയോ, കത്തോലിക്കയോ ആയിക്കൊള്ളട്ടെ, രക്ഷിക്കപ്പെട്ടവരെല്ലാവരെയും ഒരുപോലെ കാണാനായിട്ട് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നാം യേശുവിൽ വിശ്വസിച്ചിട്ടില്ല എന്നാണ്. ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം ഒരുപക്ഷെ എനിക്കെതിരായിട്ട് കല്ലേറുകൾ വരുമെന്ന്. കുഴപ്പമില്ല, ദൈവത്തിൻ്റെ വചനം ഉള്ളതുപോലെ പറയുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ദൗത്യം. പ്രിയമുള്ളവരെ, ക്രിസ്തു അവൻ നമ്മുടെ സമാധാനമാണ്. അവൻ എന്ത് ചെയ്തു? ഇരുപക്ഷത്തെയും ഒന്നാക്കി. അപ്പം എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. എങ്ങനെ ഒന്നാക്കി? രണ്ട് കാര്യങ്ങൾ അവൻ ചെയ്തു. രണ്ട് കാര്യങ്ങൾ ചെയ്തതിലൂടെയാണ് അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കിയത്. നോക്കിക്കേ, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്കതോടുള്ള ബന്ധത്തിലൊന്ന് നോക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, നമ്മൾ കഴിഞ്ഞ ദിവസം ആ വാക്യം ഒരു പ്രാവശ്യം വായിച്ചതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും. എങ്ങനെയാണ് പ്രിയമുള്ളവരെ ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകുന്നത്? ബൈ ഹിയറിങ് ഹിസ് വോയിസ്. അവൻ്റെ ശബ്ദം. ആരുടെ ശബ്ദം? ആ നല്ല ഇടയനായ യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്നതിലൂടെയാണ് ഒരിടയനും ഒരാട്ടിൻകൂട്ടവുമായി തീരുന്നത്.
അങ്ങനെ നമ്മളായി തീർന്നിട്ടില്ലെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? നാം യേശുവിൻ്റെ ശബ്ദം ഇതുവരെ കേട്ടിട്ടില്ല. യേശുവിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. യേശുവിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. യേശുവിൻ്റെ ശബ്ദം കേട്ടാൽ നാം ഒരിടയനും ഒരാട്ടിൻകൂട്ടവുമായിട്ട് മാറും. ഞാൻ പറഞ്ഞത് എല്ലാത്തിൻ്റെയും പുറകെ പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഉള്ളിൽ ഈ ഒരു ഐക്യം, അത് കർത്താവ് നൽകുന്നത്, അത് ഉണ്ടായിരിക്കുന്നേ പറ്റുള്ളൂ. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിവിടെ ഒന്ന് വായിച്ചിട്ട് മുൻപോട്ടേക്ക് പോകാം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ക്രിസ്തുയേശുവിൽ ഒന്നത്രേ ഇതവിടെ പറയുന്നത്. അപ്പം ഈ ഒരു കാഴ്ചപ്പാട്, നാം എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്ന് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്, അതാണ് ദൈവസഭയ്ക്കകത്ത് ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് യേശു നമ്മുടെ സമാധാനമെന്ന് പറയുന്നത്? തന്നിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരെയും അവർ ഏത് കുലത്തിലോ ഏത് വിഭാഗത്തിലോ ഏത് വർഗത്തിലോ ഏത് വർണ്ണത്തിലോ എവിടെയുള്ളവരാണെങ്കിലും തന്നിൽ വിശ്വസിക്കുന്നവരെ ഒന്നാക്കി ചേർക്കുന്ന ദൈവം യേശു. അതുകൊണ്ടാണ് അവൻ നമ്മുടെ സമാധാനം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് യേശു ഇത് ചെയ്തത്? യഹൂദന്മാരെയും വിജാതികളെയും, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരെയും വിജാതിയരെയും എങ്ങനെയാണ് യേശു ഒന്നാക്കി ചേർത്തത് എന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങൾ അവൻ അവിടെ ചെയ്തു. ഒന്ന് എന്താണ്? ഇവിടെ നമ്മൾ വായിക്കുന്ന, അവൻ ചട്ടങ്ങളും കൽപ്പനകളും എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. അപ്പോൾ ഒന്നാമത് കർത്താവ് ചെയ്തത്, ആ വേർപാടിൻ്റെ നടുച്ചുവര് അവൻ ഇടിച്ചു കളഞ്ഞു. മനുഷ്യരെ തമ്മിൽ വേർപിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവമക്കളെ തമ്മിൽ വേർതിരിക്കുന്ന ആ വേർപാടിൻ്റെ നടുച്ചുവര് യേശു എന്ത് ചെയ്തു? ഇടിച്ചു കളഞ്ഞു. ഇന്ന് പലപ്പോഴും നമ്മൾ യേശു ഇടിച്ചു കളഞ്ഞ ആ ചുമര് വീണ്ടും കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് നിർത്താമോ? യേശു ഇടിച്ചു കളഞ്ഞ ചുമര് കെട്ടിപ്പൊക്കരുത്. യേശു തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഇടയിൽ അവരെ തന്നിൽ വിശ്വസിക്കുന്നത് വരെ, അതിനു മുമ്പ് വരെ അവരെ വേർതിരിച്ച് നിർത്തിയിരുന്ന സകല വേർപാടിൻ്റെ നടുച്ചുവരുകൾ, എല്ലാ മതിൽക്കെട്ടുകളെയും യേശു ഇടിച്ചു കളഞ്ഞു. രണ്ടാമത് അവൻ ചെയ്തത്, അവരുടെ ഇടയിലുള്ള ശത്രുത്വം അവൻ നീക്കിക്കളഞ്ഞു. അപ്പോൾ വേർപാടിൻ്റെ 2 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഇവരെ തമ്മിൽ വേർപിരിക്കുന്ന. ഒന്ന്, ഒരു വലിയ നടുച്ചുവരുണ്ടായിരുന്നു, വേർപാടിൻ്റെ ഒരു നടുച്ചുവരുണ്ടായിരുന്നു. 2, ഇവർ തമ്മിൽ ശത്രുത്വം ഉണ്ടായിരുന്നു. കർത്താവ് എന്ത് ചെയ്തു? വേർപാടിൻ്റെ നടുച്ചുവര് ഇടിച്ചു കളഞ്ഞു. ഓക്കെ. പിന്നെ ശത്രുത്വം അവിടുന്ന് എടുത്തു മാറ്റി. എന്തായിരുന്നു ശത്രുത്വം? നോക്കിക്കേ, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം. ഇപ്പം ഈ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം എന്ന് വെച്ചാൽ യഹൂദന്മാരും വിജാതീയരും തമ്മിലുണ്ടായിരുന്ന പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത്,
ഈ കുറേ ആചാരാനുഷ്ഠാനങ്ങളായിരുന്നു. ആചാരാനുഷ്ഠാനങ്ങൾ പഴയ നിയമം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം പലതരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതായിരുന്നു ഈ ഇസ്രായേലിയരും യഹൂദ വിജാതീയരും തമ്മിലുള്ള ശത്രുത്വത്തിൻ്റെ അടിസ്ഥാനം. വാസ്തവത്തിൽ ഈ ന്യായപ്രമാണവും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ ലഭിച്ചിരുന്ന ഇസ്രായേല്യർ അവർ വിജാതീയരെ എന്തോ താണവരായിട്ടാണ് അവർ കരുതിയിരുന്നത്. അവർക്ക് പ്രമാണമില്ല, അവർക്ക് ചട്ടങ്ങളില്ല, അവർക്ക് കൽപ്പനകളില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ എന്തോ ഒരു നികൃഷ്ട ജന്മങ്ങളായിട്ടാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ കർത്താവ് എന്ത് ചെയ്തു? അത് അവിടെ നിന്ന് എടുത്തു മാറ്റി. ഏത് ചട്ടങ്ങളെയും കൽപ്പനകളെയും കുറിച്ചാണോ ഇസ്രായേല്യർ പ്രശംസിക്കുകയും അതിൽ പുകഴുകയും ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ താണവരായിട്ട് കാണാൻ തയ്യാറായിരുന്നത്, ആ ചട്ടങ്ങളും കൽപ്പനകളുമാകുന്ന ആ പ്രമാണം അവൻ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞിട്ട് ആ വേർപാടിൻ്റെ നടുച്ചൂരം ചെയ്തു ഇടിച്ചു കളഞ്ഞു. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത് രക്ഷയുമായിട്ടും ആത്മീക വിഷയങ്ങളുമായിട്ടും ബന്ധമില്ലാത്ത സകല ആചാര അനുഷ്ഠാനങ്ങളുടെ പേരുള്ള കലഹങ്ങളെയും വേർതിരിവുകളെയും ക്രിസ്തു എടുത്തു മാറ്റിയിട്ട് അവരെ ഒരുമിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തു? 15-ാം വാക്യത്തിൽ സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതിയ മനുഷ്യനാക്കി സൃഷ്ടിച്ചു. അപ്പം മുമ്പേ ഇവർ 2 തട്ടിലായിരുന്നു, ഇസ്രായേൽ, വിജാതീയർ. എന്നാൽ യേശു എന്ത് ചെയ്തു? ഇസ്രായേലിൻ്റെ സ്റ്റാറ്റസും എടുത്തു കളഞ്ഞു, വിജാതീയൻ്റെ സ്റ്റാറ്റസും എടുത്തു കളഞ്ഞിട്ട് ഇവരെ 2 കൂട്ടരെയും തന്നിൽ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി. അതാണ് കർത്താവ് അവിടെ ചെയ്തത്. ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി. അങ്ങനെ അവർ തമ്മിലുള്ള ആ പ്രശ്നം യേശു അവിടെ എടുത്തു കളഞ്ഞു. നോക്കിക്കേ, ഇന്നും കർത്താവിൻ്റെ ഏറ്റവും വലിയൊരു ദൗത്യമെന്ന് പറയുന്നത് തന്നിലൂടെ സകല മാനവജാതിയെയും ഒന്നാക്കുക എന്നുള്ളത് തന്നെയാണ്. ഞാനൊരു കാര്യം പറയാം. ഇന്ന് സമൂഹം നേരിടുന്ന, ലോകം നേരിടുന്ന എല്ലാ വിവേചനങ്ങൾക്കുമുള്ള ഏക പരിഹാരമെന്ന് പറയുന്നത് ക്രിസ്തുവിലേക്ക് വരിക എന്നുള്ളതാണ്. കാരണം നാം യഥാർത്ഥമായിട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ സകല വിവേചനത്തിൻ്റെ അതിർക്കെട്ടുകളും ഭേദിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് അവൻ നമ്മെ സഹായിക്കും. ഞാൻ രാത്രി എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. കർത്താവിനെ വെച്ചാൽ അടുത്തയാഴ്ച വീണ്ടും നമുക്കിത് തുടരാം. അതെ, അവനാണ് നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും തന്നിൽ ഒന്നാക്കി തീർത്തു. ദൈവം ആ സ്നേഹത്തിലും ആ ഐക്യതയിലും നിലനിൽക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.